യെസ്, ഫൈനലി F1 കണ്ടിരിക്കുകയാണ്. ഡയറക്ടഡ് ബൈ ജോസഫ് കൊസിൻസ്കി, ദ ഡയറക്ടർ ഓഫ് ടോപ്പ് ഗൺ മാവറിക് ആൻഡ് അവർ വൺ ആൻഡ് ഓൺലി 1990 സൂപ്പർ സ്റ്റാർ ബ്രാഡ് പിറ്റ്. And I got to say to you, it's an absolutely superb sports drama film. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് അന്യായ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മളൊരു ചെറിയൊരു ഫോണിലോ അല്ലെങ്കിൽ ഒരു TV സ്ക്രീനിലോ ഈവൻ വളരെ നോർമൽ ആയിട്ടൊരു മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ പോയി നിന്ന് കണ്ടാൽ പോലും ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൻ്റെ ഉള്ളിൽ ഒരു ഡോൾബി അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ള നല്ലൊരു വിഷ്വൽ ക്വാളിറ്റി ഉള്ള നല്ല ഹൈ ക്വാളിറ്റി ഒരു ക്രൗഡ് ഫിൽഡ് ആയിട്ടുള്ള തിയേറ്ററിൽ നിന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് അർമാദിക്കേണ്ട ഒരു ഫിലിം തന്നെയാണ് F1. നിങ്ങൾക്ക് കാഴ്ചയോട് വലിയ ക്രേസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഫോർമുല വൺ എന്നുള്ള ഒരു പേര് കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് എ പ്രൊഫഷണൽ റേസിംഗ് സ്പോർട്ട്. അതുകൊണ്ട് തന്നെ F1 എന്നുള്ള ഈ മൂവിനെ കുറിച്ച് ആദ്യമായിട്ട് അനൗൺസ്മെന്റ് വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു കാർ പ്രേമി ഒന്നല്ല. പക്ഷേ ഈ പടത്തിന്റെ ട്രെയിലറും ഈ പടത്തിന്റെ ആ സോഴ്സ് മെറ്റീരിയൽ അവരെന്താണ് പ്രൊമോഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഇറ്റ് റിയലി ഇൻട്രീഗ് മീ. ആൻഡ് ഒരുപാട് നല്ല പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് FDFS തന്നെ ലോക്ക് ചെയ്തിട്ട് ഈ ഒരു പടം കാണാൻ വന്നത്. ആൻഡ് ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഡിസപ്പോയിന്റഡ്. നമ്മൾ ഒരുപാട് തവണ ഇതിനു മുമ്പ് കണ്ട് പഴകിയിട്ടുള്ള സെയിം ടെംപ്ലേറ്റ്സിൽ വരുന്ന സെയിം ഫോർമാറ്റിൽ വരുന്ന ഒരു സാധാരണ സ്പോർട്സ് ഡ്രാമ ഫിലിം തന്നെയാണ്. പക്ഷെ വേർ ഇറ്റ് ബിക്കംസ് എക്സെപ്ഷണൽ ഈസ് ഇൻ ഇറ്റ്സ് ഫിലിം മേക്കിംഗ്, ഇറ്റ്സ് ബൗണ്ടറി പുഷിംഗ് എക്സെപ്ഷണൽ ഫിലിം മേക്കിംഗ്. സോ അതുകൊണ്ട് തന്നെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഫിലിം മേക്കിംഗ് ആസ്പെക്ട്സ് ഇറ്റ്സെൽഫ്. ഇതിന്റെ ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ്ലി ഇതിന്റെ സിനിമാറ്റോഗ്രഫി. ഓൾമോസ്റ്റ് എല്ലാവരും എസ്പെഷ്യലി ബോയ്സിനൊക്കെ ഉണ്ടായ ഒരു ആഗ്രഹമായിരിക്കും ഒരു റേസ് കാർ ഓൺ ചെയ്യണം, അല്ലെങ്കിൽ ഒരു റേസ് കാറിൽ ഡ്രൈവ് ചെയ്ത് നടക്കണം, ആ ഒരു സ്പീഡ്, ആ ഒരു ത്രിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. പക്ഷേ സാഡ്ലി ഫോർ മോസ്റ്റ് ഓഫ് us ഇറ്റ്സ് ജസ്റ്റ് എ പൈപ്പ് ഡ്രീം. ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 2.5 മണിക്കൂർ ഒരു F1 റേസറിന്റെ ഷൂസിലായിരിക്കും. ആ കാറിന്റെ ഉള്ളിൽ ആ ഒരു പെഡലമ കാലി വെച്ചിട്ട് ആ ഒരു ചെറിയൊരു സ്റ്റിയറിംഗ് വീലുമ പിടിച്ചിട്ട് ആ ഒരു പുഷ്, ആ ഒരു കിക്ക്, ആ ഒരു അഡ്രനലിൻ റഷ്, ആ ഒരു എഞ്ചിന്റെ റെബിംഗ് സൗണ്ട്, ഇതൊക്കെ നമ്മളെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക, ആ ഒരു വേൾഡിലേക്ക് ഇമേഴ്സ് ചെയ്യിപ്പിക്കുക. ഈ ഒരു സംഭവമാണ് F1 എന്നുള്ള ഈ ഒരു മൂവി മറ്റുള്ള ഏത് സ്പോർട്സ് ഡ്രാമേനേക്കാളും വളരെ എഫക്റ്റീവായിട്ട് പുൾ ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് മെയിൻലി ബിക്കോസ് ഓഫ് ഇറ്റ്സ് ക്യാമറ വർക്ക്. ഈ ഒരു ഫിലിമിന്റെ ഓപ്പണിംഗ് ഷോട്ട് ഒരുപാട് തിരമാലകൾ ഒരു കടലിമ വന്ന് വീഴുന്ന ഒരു ഷോട്ടാണ്. ആൻഡ് ഇടയ്ക്ക് ഇന്റർകട്ട് ആയിട്ട് വരുന്നത് ഒരു റേസർ ഒരു വണ്ടി ഓടിച്ച് പെട്ടെന്ന് ആക്സിഡന്റ് ആവുന്നതാണ്. ആൻഡ് സഡൻലി വി ഷിഫ്റ്റ് ടു ബ്രാഡ് പിറ്റ്. ഈ ഒരു ട്രാൻസിഷൻ ഇറ്റ് പെർഫെക്റ്റ്ലി എൻകാപ്സുലേറ്റ്സ് ബ്രാഡ് പിറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറഞ്ഞു പോകുന്ന ഒരു ഓപ്പണിംഗ് സീൻ തന്നെ ഈ ഒരു പടത്തിനുണ്ട്. സോ അവിടെ മുതൽ ഫ്രം ദാറ്റ് ഓപ്പണിംഗ് സീക്വൻസ് ഇറ്റ് സെൽഫ് ടു ദ ലാസ്റ്റ് മൊമെന്റ് ഈ ഒരു പടത്തിന്റെ ആ ഒരു റിതം നമ്മളെ കൊണ്ട് ആ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു എലമെന്റ് ആണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി. അതായത് ഫോർ ദ സേക്ക് ഓഫ് സ്റ്റൈൽ ലെറ്റ്സ് ചൂസ് ദിസ് പെർട്ടിക്കുലർ ഷോട്ട് സൈസ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാമറ ആംഗിളിൽ വെറുതെ ഫ്രെയിം ചെയ്ത് വെക്കാം എന്നൊന്നും ഡയറക്ടർ പറയുന്നില്ല. വാട്ട് ഹി വാണ്ട്സ് us is to immerse ourselves in the world of Formula 1. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിലെ ക്വാളിറ്റി ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്നത് ക്ലോഡിയോ മിറാണ്ട എന്നുള്ള സിനിമാറ്റോഗ്രാഫറിന്റെയും ജോസഫ് കൊസിൻസ്കി എന്നുള്ള ആ ഒരു ഡയറക്ടറിന്റെയും ആ ഒരു കോംബോ ആണ്. ദേ റിയലി പുൾഡ് ഓഫ് ദ വിഷ്വൽ ആസ്പെക്ട്സ് ഓഫ് ദിസ് ഫിലിം വെരി മച്ച്. പിന്നെ ഇതിന്റെ മ്യൂസിക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ദ ലെജൻഡറി അണ്ണൻ ഹാൻസ് സിമ്മർ. ക്രിസ്റ്റഫർ നോളന്റെ ഫിലിംസ് പോലെ അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂൺ പാർട്ട് 2 പോലത്തെ ഫിലിംസിൽ കാണുന്ന സ്കോറേയല്ല ഈ ഒരു പടത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പടത്തിന്റെ സ്റ്റൈലിന് ആ ഒരു അഡ്രനലിൻ റഷ് അല്ലെങ്കിൽ ആ ഒരു വളരെ പെൻസീവ് ആയിട്ടുള്ള ബീറ്റ്സ് ആണല്ലോ. സോ ഹാൻസ് സിമ്മറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്കോർ വളരെ എഫക്റ്റീവ് ആണ്. അതായത് ഇറ്റ്സ് റിയലി ഇലക്ട്രിക്, ഇറ്റ്സ് റിയലി ഗ്രൗണ്ട് പൗണ്ടിങ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് റിയലി കാം ആൻഡ് റിയലി ട്രാങ്ക്വിൽ. ഈ പടത്തിന്റെ ആ ഒരു ഇന്റൻസ് ആയിട്ടുള്ള മൊമെന്റ്സും അതുപോലെ തന്നെ വളരെ കാം ആയിട്ടുള്ള മൊമെന്റ്സും വളരെയധികം ബാലൻസ് ചെയ്തിട്ട് അത്രയും എഫേർട്ട്ലെസ്ലി ഫ്ലൂയിഡ്ലി കൊണ്ടുപോയിട്ടുള്ളത് ഹാൻസ് സിമ്മറിന്റെ സ്കോർ തന്നെയാണ്. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ ബ്രില്യൻസിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു ഘടകം തന്നെയാണ് ഇതിന്റെ എഡിറ്റിംഗ്. ഒരുപാട് ജംപ് കട്ട്സ് ഓർ ഫാസ്റ്റ് കട്ട്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് എന്നാൽ വളരെ സ്ലോ ആയിട്ടും പോവാണ്ട് ഒരു പെർഫെക്റ്റ് റിതം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഈ ഒരു പടത്തിന്റെ ആ ഒരു എഡിറ്റിംഗ് സ്റ്റൈല് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്തെ ഡയലോഗ്സും അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന രീതിയൊക്കെ വളരെ ബ്ലാൻഡ് ആണ്, വളരെ പൂറാണ്. അതായത് ഒരു എഫേർട്ട് ഇടാണ്ട് വെറുതെ ക്യാമറകളെ വെച്ച് ആൾക്കാർ സംസാരിച്ചോട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഇവരെടുക്കുക. പക്ഷെ ഈ ഒരു പടത്തിൽ അത് എടുത്തേക്കുന്ന രീതിയും അതിനെ ആ ഒരു എഡിറ്റിങ്ങിലൂടെ കൊണ്ടുവന്ന രീതിയും വളരെ യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിൽ ആ ഒരു കോൺവെർസേഷൻസ് അടക്കം നമുക്ക് ഒരിക്കലും ഒരു ബോറടി ഒരു കല്ലടി പോലെ തോന്നുന്നില്ല. പിന്നെ അതിലത്തെ റേസിംഗ് സീക്വൻസസ്, ഈ ഒരു പടത്തിൽ മിക്ക പാർട്ടും ഒരു റേസിംഗ് സീക്വൻസസ് ആണ്. സോ ആ ഒരു റേസിംഗ് സീക്വൻസസിലൊക്കെ ഓരോ പ്രാവശ്യം ആക്സിലേറ്ററിനെ അമർത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രിപ്പ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഉള്ള ആ ഒരു കിക്ക് ഉണ്ടല്ലോ, ആ ഒരു കിക്ക് നമ്മളെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നത്, ആ ഒരു പേസ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് മെയിൻലി ഇതിന്റെ എഡിറ്റിംഗ് കാരണമാണ്. സോ ഇതൊക്കെയാണ് ഈ ഒരു പടത്തിന്റെ ആ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഫിലിം മേക്കിംഗ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അണ്ടർലൈൻ ചെയ്ത് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിന്റെ കഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്പോർട്സ് ഡ്രാമയുടെയും ഒക്കെ ഒരു വളരെ ടെംപ്ലേറ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ തന്നെയാണ് ഈ ഒരു പടത്തിനുള്ളത്. സണ്ണി ഹേസ് നമ്മുടെ ബ്രാഡ് പിറ്റ് അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ, അയാൾ 1990s വളരെ മികച്ചൊരു പ്രൊഫഷണൽ റേസർ ആയിരുന്നു. അയാൾ ഒരുപാട് റേസ് ഒക്കെ നടത്തി ഒരു ഫോർമുല 1 ചാമ്പ്യൻ ആവുന്ന ടൈമിൽ അയാൾ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. ആൻഡ് ഫ്രം ദർ ഹി ഫെൽ ഓഫ് കരിയർ വൈസ് ആൻഡ് മെന്റലി. സോ അവിടെ മുതൽ പ്രത്യേകിച്ച് പ്ലാൻ ഓർ പർപ്പസ് ഒന്നും ഇല്ലാണ്ട് വെറുതെ പഴയ റേസിംഗ് സ്ട്രിപ്സിലൊക്കെ പോയി റേസ് ചെയ്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാണ്ട് അലിഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു നമ്മുടെ സണ്ണി ഹേസ്. ആ ടൈമിലാണ് റൂബൻ പ്ലേഡ് ബൈ ഹവിയർ ബാർഡം നമ്മുടെ ബ്രാഡ് പിറ്റിന്റെ പഴയൊരു ഫ്രണ്ട് ആയിരുന്നു. ആള്
ഈ ബ്രാഡ് പിറ്റിനെ കാണാനായിട്ട് വരികയാണ്. ആൾ ഓൺ ചെയ്യുന്ന ഒരു ഫോർമുല 1 റേസ് ചെയ്യാൻ പോകുന്ന ടീം ദേ ആർ ലൂസിങ്. അവർക്ക് ഇനി 9 റേസും കൂടി ബാക്കിയുണ്ട്. സോ ആ ഒരു ടീമിനെ ബാക്ക് ഓൺ ട്രാക്കിലേക്ക് എത്തിക്കാനായിട്ട് ഈ വെറ്ററൻ ആയിട്ടുള്ള റേസറിന്റെ ഹെൽപ്പ് ആൾ സീക്ക് ചെയ്യാണ്. അവിടെ മുതൽ സണ്ണി ഹേസ് വന്നിട്ട് ആ ഒരു ടീമിനെ ഗൈഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ആ ഒരു ഫിനിഷിംഗ് ലാപ്പിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയുന്ന ഒരു സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ് F1 ഉള്ളത്. ഇതിലത്തെ ആദ്യത്തെ 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം എവിടെയൊക്കെയാണ് കഥ അവസാനിക്കാൻ പോണെന്ന് നമുക്കറിയാം. പക്ഷെ അവിടേക്ക് ആ ഒരു എത്തിക്കലാണ് ഈ ഒരു പടം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് മെലോഡ്രാമയും വോക്നെസ്സും ക്രിഞ്ച് ഫെസ്റ്റും അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള റൊമാൻസ് ട്രാക്ക് ഒക്കെ കൊണ്ടുവന്ന് കൊളാക്കാൻ പറ്റുന്ന ഒരു കഥയാണ്. ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് ഈ ഒരു സ്റ്റോറി ആർച്ച് ടൈപ്പ്. പക്ഷെ F1 എന്നുള്ള ഈ ഒരു ഫിലിം ഈ ഒരു ആർച്ച് ടൈപ്പിനെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലത്തെ ആ ഒരു ഇമോഷണൽ രംഗങ്ങൾ വരുമ്പോൾ ഇറ്റ് ഹിറ്റ്സ് us. ഇതിലത്തെ ആ ഒരു ഇന്റൻസ് ആയിട്ടുള്ള ആ ഒരു റേസിംഗ് സീൻസ് വരുമ്പോൾ ഇറ്റ് കീപ്സ് us on the edge of our seat. നമുക്ക് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നോ, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, എവിടേക്കാണ് ക്യാരക്ടർ വീഴ്ച പറ്റുക എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ആ ഒരു ഇന്റൻസിറ്റിയോട് കൂടിയിട്ട് ആ ഒരു പടം കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പടത്തിന്റെ ആ ഒരു സ്റ്റോറി ആൻഡ് ഇറ്റ് സ്ക്രീൻ പ്ലേ ഹെൽപ്പ് വെരി മച്ച്. പിന്നെ ഇതിലത്തെ റൊമാൻസ് ട്രാക്ക് അത് ചിലവർക്കൊക്കെ അൺനെസസറി ആയിട്ട് തോന്നിയിരിക്കാം. പക്ഷെ ബ്രാഡ് പിറ്റിനെ പോലത്തെ അത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള അത്രയും കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവയ്ക്കുമ്പോൾ എന്തായാലും റൊമാൻസ് ട്രാക്ക് വെക്കാണ്ട് ഇരിക്കാനായിട്ട് ആർക്കായാലും പറ്റില്ല. പക്ഷെ അത് ഒരിക്കലും ആ ഒരു കഥയുടെ ആ ഒരു ഫ്ലോവിനെ ആ ഒരു തടയാതെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റോറി വൈസ് ഇറ്റ്സ് ജസ്റ്റ് യുവർ യൂഷ്വൽ സ്റ്റഫ്. ഇനിയാണ് നമ്മുടെ പെർഫോമൻസസ്. ബ്രാഡ് പിറ്റ്, ഹാവിയർ ബാർഡർ, കെറി കോണ്ടൺ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ അഭിനയിച്ചിട്ടുണ്ട് ഈ ഒരു പടത്തിൽ. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഓഫ് കോഴ്സ് ഞാൻ അതർ ദാൻ ബ്രാഡ് പിറ്റ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള നടൻ തന്നെയാണ് ബ്രാഡ് പിറ്റ്. ആൻഡ് ഹീസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സൂപ്പർ സ്റ്റാർസ് ഓഫ് ഓൾ ടൈം. ഏകദേശം 60 വയസ്സായി പുള്ളിക്കാരൻ. പക്ഷെ ഈ ഒരു പടത്തിലാൾ വരുമ്പോൾ ഓരോ നിമിഷവും നമ്മളിങ്ങനെ അമ്പരന്ന് പോകും. അത്രത്തോളം കാരിസ്മാറ്റിക് ആയിട്ടുള്ള, അത്രയും ഓറ ക്യാരി ചെയ്യുന്ന, അത്രയധികം വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഇതിൽ ബ്രാഡ് പിറ്റ് അവതരിപ്പിച്ചിട്ടുള്ള സണ്ണി ഹേസ് എന്നുള്ള ക്യാരക്ടർ. അയാൾ ആ ഒരു ക്യാരക്ടറിന് മുന്നിൽ നിൽക്കുന്ന ആ ഒരു യുണീക്നെസ് ഉണ്ട്. എസ്പെഷ്യലി നൗ നമ്മൾ ഇന്നൊന്നും അത്രയധികം കാണാൻ പറ്റാത്ത ഒരു പഴയ ടൈപ്പ് ക്യാരക്ടർ, എന്താ പറയുക, നമ്മുടെ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ഹോളിവുഡ് ക്യാരക്ടർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ബ്രാഡ് പിറ്റ്. പിന്നെയാണ് നമ്മുടെ ഹാവിയർ ബാർഡം. ഹീസ് എ റിയലി അണ്ടർ റേറ്റഡ് ആക്ടർ. അതായത് നോ കൺട്രി ഫോർ ഓൾഡ് മെൻ എന്നുള്ള പടത്തിലാണ് അയാൾക്ക് ഒരു വളരെ ക്രിട്ടിക്കൽ അപ്രൈസ് കിട്ടിയത്. കാരണം ഇന്നേ വരെ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു മീഡിയയിൽ പോർട്രേ ചെയ്തിട്ടുള്ള ഒരു സൈക്കോപാത്തിന്റെ ഏറ്റവും റൂത്ത്ലെസ് ആയിട്ടുള്ള, ഏറ്റവും റിയലിസ്റ്റിക്കലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ പോർട്രേ ചെയ്തിട്ടുള്ള നടനാണ്. ആൻഡ് മിക്ക ആൾക്കാർക്കും കുറച്ചും കൂടി പ്രോമിനന്റ് ആയിട്ട് അറിയാവുന്നത് സ്കൈഫോൾ, നമ്മുടെ ജെയിംസ് ബോണ്ട് ഫിലിം ആയിട്ടുള്ള സ്കൈഫോളിന്റെ വില്ലൻ ആയിട്ടായിരിക്കും. സോ അയാളാണ് നമ്മുടെ ബ്രാഡ് പിറ്റിന്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് റൂബൻ ആയിട്ട് അഭിനയിക്കുന്നത്. ആൻഡ് ഹി ഡിഡ് ദാറ്റ് റിയലി വെൽ. പിന്നെയാണ് നമ്മുടെ ഡാംസൺ ഇഡ്രിസ്. ഹീസ് ഓൾസോ ആൻ അണ്ടർറേറ്റഡ് ജെം. അതായത് നമ്മുടെ സ്നോഫോൾ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സീരീസ് ഉണ്ട്. ആ ഒരു സീരീസിലൊക്കെ വന്നു പോയിട്ട് വളരെ കിടിനായിട്ടുള്ള ഒരു പ്രൊട്ടാഗണിസ്റ്റ് ആണ് നമ്മുടെ ഡാംസൺ ഇഡ്രിസ്. അതായത് ഈ ഒരു പടത്തിലത്തെ ആ ഒരു മെയിൻ കോൺഫ്ലിക്റ്റ് നമ്മുടെ സണ്ണി ഹേസ് ആയിട്ടുള്ള ആ ഒരു വെറ്ററൻ ഡ്രൈവറും റുക്കി ഡ്രൈവർ ആയിട്ടുള്ള ആ ഒരു JPയുമായിട്ടാണ്. എങ്ങനെയാണ് ആ ഒരു റുക്കി ഡ്രൈവർ അയാളുടെ ഒരുപാട് ഈഗോം അയാളുടെ ആ ഒരു പ്രൈഡും അതൊക്കെ ഓവർകം ചെയ്തിട്ട് ഒരു നല്ലൊരു ടീം പ്ലെയർ ആകുന്നു എന്നുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ. ആ ഒരു കോൺഫ്ലിക്റ്റ് ഏറ്റവും കൂടുതൽ വർക്ക് ആവാൻ കാരണം നമ്മുടെ ബ്രാഡ് പിറ്റിന്റെ പെർഫോമൻസും ഈ ഡാംസൺ ഇഡ്രിസിന്റെ ആ ഒരു പെർഫോമൻസും ഇവർ തമ്മിലുള്ള കെമിസ്ട്രിയും കാരണമാണ്. ഇവർ മാത്രമല്ല കേട്ടോ, ഈ പടത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ സൈഡ് ക്യാരക്ടേഴ്സും എല്ലാ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളും ഒക്കെ അവരുടെ കൊടുത്തേക്കുന്ന ആ ഒരു ക്യാരക്ടർ, ആ ഒരു നിമിഷത്തിൽ എന്താണോ അവരുടെ റോള് അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി ദ മാൻ ഹു ബ്രോട്ട് ഇറ്റ് ഓൾ ടുഗദർ, ജോസഫ് കൊസിൻസ്കി, ദ ഡയറക്ടർ ഓഫ് ടോപ്പ് ഗൺ മാവറിക്. 2023 ആ ടോപ്പ് ഗൺ മാവറിക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓളത്തിന് മെയിൻ കാരണം ടോം ക്രൂസ് തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു പടം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ജോസഫ് കൊസിൻസ്കി എന്നുള്ള ഒരു ഡയറക്ടറാണ്. ട്രോൺ ലെഗസി, ഒബ്ലിവിയൻ, ഇങ്ങനെ ഒരുപാട് അണ്ടർറേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റർ പീസ് ഉണ്ട് ഇയാളുടെ കാറ്റലോഗിൽ. പക്ഷെ ഇയാളുടെ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഷൈൻ ചെയ്തിട്ടുള്ള പടം ടോപ്പ് ഗൺ മാവറിക് തന്നെയായിരുന്നു. ആൻഡ് ആ ഒരു പടത്തിന്റെ സക്സസ് വെച്ച് നോക്കുമ്പോൾ അത്രയും ഹൈ ആയിരിക്കുന്ന ആ ഒരു ടൈമിൽ ഏത് നിമിഷം വേണമെങ്കിലും ഇന്നത്തെ മിക്ക ഡയറക്ടേഴ്സും കാണിക്കുന്ന പോലെ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് അവർക്ക് ഫോളോ ഓഫ് ആവാം. പക്ഷെ ഹി ഡിഡ്ന്റ് ഡു ദാറ്റ് ആൻഡ് ഹി ഡ്രോപ്പ് ദ ബാങ്ങർ ഓഫ് എ ഫിലിം കോൾഡ് F1. എന്താണോ പ്രേക്ഷകർക്ക് പ്രോമിസ് ചെയ്തത് മേ ബി മോർ ദാൻ ദാറ്റ് ഡെലിവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പടത്തിൽ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു മേജർ ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ റേസിംഗ് ഒന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ഈ F1 ഫോളോ ചെയ്യുന്ന ആളായിരിക്കില്ല, ഞാനുമല്ല. സോ എന്താ പറയുക, നമ്മൾ ആർക്ക് വേണമെങ്കിലും ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അതിനോടൊരു ഇഷ്ടം തോന്നും, അതിനൊരു ക്യൂരിയോസിറ്റി തോന്നും. എന്താ അങ്ങനെ, എന്താണ് ആ ഒരു സംഭവം, ആ ഒരു എലമെന്റ് എന്താണ് എന്ന് നമ്മളെ ക്വസ്റ്റ്യൻ ജീവിക്കും. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്ന ഒരു പടം കൂടിയാണ് ഈ ഒരു പടം. വളരെ ആക്സസിബിൾ ആണ്, നമുക്ക് ആർക്ക് വേണമെങ്കിൽ കാണാം, ആർക്ക് വേണമെങ്കിലും ആ ഒരു വൈബ് ആസ്വദിക്കാം. ആൻഡ് ആർക്ക് വേണമെങ്കിലും ഈ ഒന്നും പ്രത്യേകിച്ച് അറിയാണ്ട് ഈ ഒരു പടം കണ്ടിരിക്കാം. സോ അതാണ് എനിക്ക് ഈ ഒരു പടത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഒരു പ്രായമായിട്ടുള്ള ആൾ പോയാലോ ഒരു ചെറിയൊരു കുട്ടീനെ കൊണ്ടുപോയാലോ അവർക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടം കൂടിയാണ് F1. So to cap it all off, I think that F1 is the best theatrical experience I've had this year. പുറം രാജ്യങ്ങളിലൊക്കെ ഇത് വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള റിലീസാണ് ഈ ഒരു പടം, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു സ്ഥലത്ത് പോലും ഈ ഒരു പടം ഇല്ലാന്ന് കാണുമ്പോഴാണ് എനിക്ക് ഒരു വിഷമം. ഞാൻ കണ്ടത് നമ്മുടെ തൃശ്ശൂരുള്ള ജോസ് തിയേറ്ററിൽ പോയിട്ട് FDFS ഒരു പാക്ഡ് ആയിട്ടുള്ള ക്രൗഡിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ്. അവിടുത്തെ സൗണ്ട് ക്വാളിറ്റി വിഷ്വൽ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. പക്ഷെ ആ ഒരു ക്രൗഡിന്റെ ഒരു വൈബ്, ആ ഒരു എനർജി,
ആ ഒരു എനർജി എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു പടം സ്പെഷ്യൽ ആക്കിയത്. കാരണം ഏതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള മൾട്ടിപ്ലക്സിൽ പോയി നമ്മുടെ 500 പോപ്കോൺ വാങ്ങിച്ച് കഴിക്കണേക്കാളും ഭേദം ഒരു വളരെ എന്താ പറയുക വളരെ വൈബായിട്ടുള്ള തിയേറ്ററിൽ പോയി കാണുന്നതാണ്. ദാറ്റ് വിൽ എലവേറ്റ് യുവർ എക്സ്പീരിയൻസ്. പിന്നെ ഈ ഒരു ദിവസം എന്താ പറയുക നമ്മുടെ 200 കോടിയുടെ ഒരു പാൻ ഇന്ത്യൻ മലങ്ങളിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ണപ്പ തന്നെ ഇറങ്ങിയിട്ടുള്ളത്, F1 തന്നെ ഇറങ്ങിയിട്ടുള്ളത്. ഭയങ്കര റെസ്പോൺസ് ആണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മളില്ലേ ഇങ്ങനത്തെ പാനിന്റെ മലങ്ങൾട്ടുകളും ഈ എന്താ റീ റിലീസസിന്റെ ഒക്കെ പൂരാണ് ഇവിടെ. പക്ഷെ ഇങ്ങനത്തെ കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള F1 പോലത്തെ പടങ്ങളൊന്നും റിലീസ് ചെയ്യാൻ ആരും താല്പര്യപ്പെടുന്നില്ല. ആൻഡ് ദാറ്റ് റിയലി ഹേർട്സ് മീ. പക്ഷെ നല്ല പടങ്ങൾ എവിടെയുണ്ടോ അവിടെ എന്തായാലും ആൾക്കാർ പോയി കണ്ടിരിക്കും. ആൻഡ് അങ്ങനെ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കണ്ട, മിസ്സാക്കാൻ പാടില്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് F1. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിൽ കാച്ച് യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.